സസ്പെൻസ്. എന്റെ അൻസാറെ എപ്പോഴേ കിടന്ന് വിളിക്കണ ഒന്ന് ഫോൺ എടുത്തൂടെടേ നിനക്ക്? നീ 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 ഇങ്ങോട്ട് നീ ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇപ്പം എത്ര സമയമായി? ചെക്കിങ്ങാ? ആ അല്ല, പോലീസുകാർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആരെങ്കിലുമൊക്കെ പിഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ ഖജനാവിന് ഉള്ള കിട്ടാനുള്ളത് വാങ്ങിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഒരുത്തമുണ്ടല്ലോ. എല്ലാം കണക്കിനടെ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ അത് ഇനി കൊണ്ടുവന്നാലേ എനിക്കത് വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ട് വേണം എനിക്ക് അപ്പൂട്ട സാറിനെ വിളിച്ച് പറയാൻ. ശരി. ഓക്കെ പെട്ടെന്ന് വാ. നീ മറ്റേ വഴി കൂടെ വന്നാൽ മതി. നീ അവിടെ ചെക്കിങ് അവിടെ കാണൂല. നിനക്ക് ഹെൽമെറ്റ് എടുത്തുകൊള്ളടേ. വാ ശരി, വാ പെട്ടെന്ന് വാ. പോലീസുകാർമാർക്ക് ദിവസവും പിടിച്ചില്ല എന്നെ ആളുകളാ ഒരു രീതിയിലും. പോലീസുകാർക്ക് എന്ന് പറയാതെ അതിനങ്ങ് ജനറലൈസ് ചെയ്യാതെ 1-2 പേര് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണം? നല്ല കറക്റ്റ് ആയിട്ടുള്ള പോലീസാണ് നമ്മൾ കാണുമല്ലേ ഡെയിലി. അതാര്? മാമൻ. ഓഹോ, മാമൻ വല്ല മാസം ശമ്പളം വല്ല തന്നിരുത്തിക്കണം മാമനെ പ്രൊമോഷൻ ചെയ്യാനായിട്ട്? മാമൻ അതിന്റെ ആവശ്യമില്ല. മാമൻ ഡെയിലി ഇവിടെ വന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എന്റെ ഒരു ഇത് വെച്ച് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മാമനെ പോലെ നല്ലൊരു പോലീസുകാരൻ ഇല്ല. എൻ്റെ മുത്തേ, നിനക്ക് ഈ പള്ളിക്കൂടം പഠിത്തമായിട്ടല്ലേ ബന്ധമുള്ളൂ, പൊതുസമൂഹമായിട്ട് വല്ല ബന്ധമുണ്ടാ? ഡാഡിയൊക്കെ ദിവസം പോലീസ് സ്റ്റേഷനിൽ 4-40 വട്ടം കയറി ഇറങ്ങണേണ്. അവിടെ നടക്കണത് എന്താണെന്നോ അവിടുത്തെ കാര്യങ്ങൾ എന്താ. മാമനുണ്ടല്ലോ അത്യാവശ്യം കൈക്കൂലിയൊക്കെ വാങ്ങിക്കും. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കല്ലേ. ഇതില്ലെന്നാ? ഇല്ല, മാമൻ മേടിക്കൂല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം മാമനാണ് പുണ്യാളൻ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു തിരിയൊക്കെ കത്തിച്ച് എവിടെ കൊണ്ട് ഇരുത്ത്. ചിലപ്പോ പൂശുമ്പ് പൊടി. മാമനെ നല്ലടി. നിനക്കല്ല ചോറ് ഇവിടെയും കൂറ് അവിടെയും, അത് തന്നെയാണ്. വെറുതെ ഞാൻ വളർത്തണത്. അങ്ങനെയൊന്നും അല്ല. കാര്യം നമ്മൾ പറയണ്ടേ? അത് പറഞ്ഞപ്പോഴാ പോണ്ടേ. പോണ കാര്യം ആരെവിടെ പോണം? ഞാൻ പോണ കാര്യം ഡാഡിക്ക് എന്താ അഭിപ്രായം? ഓക്കെ അല്ലേ? നീ എവിടെ പോണം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എറണാകുളത്ത്. മറ്റേ പാർക്കിൽ പോണതാ. ആലോചിക്കാം. നീ ദിവസം 2 ദിവസം കൂടെ കിടക്കല്ലേ? പറയണം. പക്ഷെ ഏട് പിടിയെന്ന കാര്യം മറുപടി കേട്ടോ. അമ്മയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അതാണ് ഈ ഞാൻ ആലോചിക്കായിരുന്നേ മാമ, ലോകത്ത് ഏറ്റവും കഷ്ടപ്പാടുള്ള ജോലി പോലീസുകാരുടെ ആയിരിക്കും അല്ലേ? രാത്രി എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച അപ്പൊ നിങ്ങക്ക് പോണം. ആരുടെ കല്യാണം ആയാലും മരണം ആയാലും നിങ്ങൾക്കൊരു എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടം. അല്ല മാമ, ആണ്. പക്ഷെ പോലീസുകാരെന്ന് പറയുമ്പോൾ ആ ടെൻഷനും ആകെ പ്രശ്നം തന്നെ. സമ്മതിക്കണം. ബാഗ് ഞാൻ എടുക്കാം. എവിടെ മാമ? ഈ ഷർട്ട് അഴുക്കാണോ? എനിക്കറിയത്തില്ല, ഏട്ടനാ ഇടുന്നത്. ഇന്ന് ഞാൻ അലക്കിത്തരാം മാമ. മാമന്റെ ഷർട്ടുകൾ എന്തായാലും ഇന്ന് എനിക്ക് തുണി കഴുകണം, എന്റെ തുണികൾ. അപ്പൊ മാമന്റെ കൂടെ ഞാൻ എന്ത് മാമ എന്താ വേണ്ട മക്കൾക്ക്? ഞാൻ തുണി ഇറക്കി തന്നിട്ടില്ലേ മാമന്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്നും വേണോന്നുള്ളത് കൊണ്ടല്ല ഞാൻ കോയിൻസിഡൻസ് ആയിട്ട് എനിക്കൊരു സാധനം കൂടെ അതിപ്പോ ഇപ്പൊ മാമ വിചാരിക്കും ഞാൻ ഇത് ചുമ്മാ പറഞ്ഞാന്ന്. ഞാൻ ഇത് ഒറിജിനൽ അല്ല, അതൊന്നുമില്ല. പറഞ്ഞോ, അവന് പോവാൻ സമയമുള്ള ആയി. ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ട്? അല്ല, പിന്നെ ഒരു കറങ്ങാൻ വേണ്ടി അവിടെ അങ്ങ്. എവിടെ? എറണാകുളം. വണ്ടർലയില്. 2000 ഓൺലി. 2000 ആവൂല.
ആ 1500 ഉള്ളൂ. ആ ആ അപ്പൊ എന്നെ കിടന്ന് ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരി എനിക്കൊരു സ്വസ്ഥതയില്ല. നീ അവരോട് പറ, അവരെ നിന്നെ നിർബന്ധിക്കണ്ടെന്ന് പറ. തീർന്നില്ലേ പ്രശ്നം? പറയാൻ പറ്റുമോ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ 1 വർഷം. അപ്പൊ ഞാൻ ഇവരൊന്നും വിളിക്കൂലല്ലോ. അപ്പൊ ഇവര് അല്ലേലും അക്ഷയ് ഇങ്ങനെ നിനക്കൊന്ന് വന്നൂടെ അവർക്കൊക്കെ കാണാനൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതാ എനിക്ക് എറണാകുളത്ത് വരാൻ പറ്റില്ല, നിങ്ങൾ ട്രിവാൻഡ്രത്ത് വല്ലതും ആക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? എന്തായാലും അണ്ടർലൈൻ തിരുവനന്തപുരം പറ്റൂലല്ലോ, നമ്മൾ അങ്ങോട്ട് പോയാൽ പറ്റും. ഞാൻ മാമ ഒരു 100 വട്ടം അവരടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് നടക്കൂല. പക്ഷെ അവര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അമ്മയടുത്ത് പറഞ്ഞ അമ്മ എടുത്തടിച്ച് പറയും വേണ്ട. അപ്പൊ മാമന്റെ അഭിപ്രായം എന്താന്ന് അറിഞ്ഞിട്ട് അത് അനുസരിച്ച് ചെയ്യാന്ന്. എന്താ അല്ല, മാമനാകുമ്പോ പിന്നെ മാമൻ എന്നെ അറിയാമല്ലോ. മാമൻ അങ്ങനെയല്ലേ അഭിപ്രായം പറയൂ. അറിയാലോ മക്കളെ പൊക്കോ. പോവാനാണോ പറഞ്ഞേ? പിന്നെ അങ്ങനെയല്ലേ പറഞ്ഞത്. മുത്തിനൊരു ആഗ്രഹം വരുമ്പോ മാമ സാധിച്ചില്ല പിന്നെ ആര് സഹായിച്ചു തരും? അപ്പൊ 2000 കാര്യമല്ലേ ഉള്ളൂ. 2000 ആവൂല. അത് കുഴപ്പമില്ല. അമ്മ അമ്മയോടൊക്കെ മാമൻ പറഞ്ഞോളൂ. അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാ. അപ്പൊ ഞാൻ അഭിരാമിന് മെസ്സേജ് തരട്ടെ? ആർക്ക്? അഭിരാമി എറണാകുളത്തെ കൊച്ച് എന്റെ കൂടെ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള ട്രിപ്പാണോ? ക്ലീറ്റ് വെച്ചേടാൻ വിട്ടത് തന്നെ നിന്നെ. ഡാഡിക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് കുഴപ്പം കാണും. അതല്ലെങ്കിൽ തന്നെ മാമ അതൊക്കെ സംസാരിച്ച് റെഡി ആയിക്കോളാം. അല്ലെങ്കിൽ തന്നെ വണ്ടർലേ അല്ലേ ബോയ്സും ഗേൾസും. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഒരു ഷർട്ടായിട്ട് കഴുകണ്ട, ഇത് മൊത്തം കഴിക്കും. ഞാൻ കഴിവും. ഇപ്പൊ കഴുകണ്ട. അവിടെ ഞാൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പതുക്കെ കഴുകിയ. അല്ല, നീ ഇതുകൊണ്ട് മുക്കി വെക്കാം. വേണ്ട വേണ്ട വേണ്ട. എടി ഓ സ്കൂട്ടർ എന്ത് കണ്ടില്ലേ? ഇങ്ങോട്ട് പോയില്ലേ? സ്കൂട്ടർ കണ്ടില്ല. ഇതെന്ത് കൃതിയായി കണ്ടില്ലെന്നാ? മാമ കൊണ്ടുവന്നില്ലേ സ്കൂട്ടർ? പിന്നെ രാത്രി വന്നതല്ലേ. അതെവിടെ പോയി? അല്ല എന്നെ മറ്റേ കയ്യും കാലും ഒന്നും ഇല്ലല്ലോ പോവാനായിട്ട്. കയ്യും കാലും ഇല്ലേ ഉണ്ടോ? വണ്ടി ഇപ്പൊ കാണുന്നില്ലല്ലോ. നീ തന്നെ ഇല്ലേ? എടി മുറ്റടിക്കാൻ വന്നപ്പോ രാവിലെ ഇല്ലായിരുന്നാ? മുറ്റടിക്കാൻ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല ഏട്ടാ. ഞാൻ ഇവിടെ നിന്ന് നോക്ക ഉണ്ടായില്ല. അങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ നമ്മള്. അവരുടെ അടുത്ത് ആരെങ്കിലും ഇല്ല, രണ്ടുപേരും വീട്ടിലുണ്ടല്ലോ. എവിടെയും പോയില്ല. വിളിച്ചേ ക്ലീറ്റോ ചേട്ടാ, അച്ഛാ. ചാവി മറ്റേ ചാവി കിടത്തുണ്ട് പോയമാരൊക്കെ ആൾക്കാര്. വണ്ടി കണ്ടായിരുന്ന? വണ്ടി എടുത്താ? വണ്ടി എടുത്തില്ല. വണ്ടി എടുക്കണമെന്ന് വിചാരിക്കണ്ട, ഒരു കാറോ ബൈക്കോ. അല്ല, ഏട്ടന്റെ വണ്ടി കണ്ടാ? നിങ്ങൾ ആരെങ്കിലും എടുത്തായിരുന്നാ? ആ വണ്ടി അതാ എനിക്കെന്റെ ആവശ്യമില്ല. മേശരി എടുത്താ? പിന്നെ അവിടെ വണ്ടി എന്ത് പറഞ്ഞ വണ്ടി വെച്ചപ്പോ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്ന് രാത്രി ഇവിടെ വെച്ചിട്ടല്ലേ പോയത്. രാവിലെ രാത്രി ഞാൻ വാതിൽ അടയ്ക്കാൻ നേരത്തെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. കണ്ടില്ലേ? ഓ പിന്നെ അങ്ങോട്ട് പോയി. അല്ല അവിടെ നിന്റെ താക്കോല കൈ ഇരിക്കണം. താക്കോലുണ്ട്, പക്ഷെ 2 താക്കോലുണ്ട്. സ്പെയർ കീ പറഞ്ഞോണ്ടല്ലോ. അതിനിപ്പോ ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോയെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അത് എവിടെയാന്ന് പോലും അറിയാൻ പാടില്ല. അല്ല ആ സൈഡിലുള്ള നീ കൊണ്ട് വെച്ചേന്. അല്ല എവിടെയാണല്ലോ ഇരുന്നത്? വണ്ടി പോയി. അതെ അവിടെ ഇവിടെയൊക്കെ നോക്ക് റൊണാൾഡോ. നീ ആ റോഡിലോട്ട് പോയി നോക്ക്. ഞാൻ ആ താഴെ ആ വഴി ഒന്ന് നോക്കട്ടെ. അവിടെ ഇനി ഉണ്ടോന്നേ. മാമ ഞാനും വരണോ? കനക ടെൻഷൻ അടിക്കല്ലേ? ക്യാമറ ഉള്ള എവിടെയെങ്കിലും നോക്ക്. CC ക്യാമറ ആദ്യം പിടിക്കുന്ന വണ്ടി ആരും കൊണ്ടുപോയിട്ടുണ്ടാവും ചേച്ചി. ദൈവമേ, ഒന്നാമത്തെ നാട് നിറച്ചും കള്ളന്മാരാ മോളെ. ഞാൻ പൂട്ടി വെച്ചേക്കണ വണ്ടിയല്ലേ ചേച്ചി, അതെങ്ങനെ കൊണ്ടുപോകും? പൂട്ടിയിട്ടാണ് വീട് കുത്തി തുറക്കാൻ പറ്റുന്നത്. പിന്നെയാണ് ഒരു വണ്ടി എടുക്കാൻ. ഏട്ടൻ എപ്പോഴും ഇതിന്റെ ഇവിടെ വെക്കുള്ളൂ. അതാ ഗ്രില്ലുമായിട്ട് ചങ്ങലയിൽ എന്തെങ്കിലും ഇടണം. ആന്നേ.
സാരമില്ല പോട്ടെ, കിട്ടും മാമ, വിഷമിക്കാതെ. അല്ല ഞാൻ ആലോചിക്കണതേ, ഈ സൈഡിലേക്ക് ഇത്രയും വീടുണ്ടായിട്ട് കറക്റ്റ് ഇവിടെ വന്ന് എന്തിനായിരിക്കും മോഷ്ടിച്ചേ? അവിടൊക്കെ CCTV ഇല്ല മുത്തേ, ഇവിടെ അതില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന വഴിയിലൊന്നും. അപ്പൊ ശരിയാട്ടാ, ഇവിടെ CCTV ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന കള്ളന. ആ അതെ. പക്ഷെ ഇത് മോഷണം നടന്നേക്കണത് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ്. അതെന്നാ? കാരണം 12:30 മണി വരെ ഞാൻ പാർട്ടിയുടെ കണക്കെല്ലാം എഴുതിയിട്ട് കഥ അടയ്ക്കാൻ നേരത്തും പുള്ളിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. നോക്കിയായിരുന്നാ? ആ അതല്ലേ ഞാൻ പറഞ്ഞത്, അവിടെ ഇരിക്കാനുണ്ടെന്ന്. അതിനുശേഷം നമ്മളൊക്കെ നല്ല ഉറക്കത്തിൽ അതിനുശേഷം മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അവന്റെ അവസാനത്തെ മോഷണമല്ലേ, പിന്നെ കിട്ടിയാണ്ടല്ലോ ഞാൻ. അച്ഛമ്മ അതിന് കിട്ടണ്ടേ? ഇപ്പോഴത്തെ വണ്ടി മോഷണക്കാർ മൊത്തം അന്യ സംസ്ഥാനക്കാരാ. അവന്മാർ മോട്ടിച്ച് ആ സെക്കൻഡ് അതത്ത് കിടക്കും, പിന്നെ അത് പാർട്സായി വിറ്റുപോയി. എവിടെ കൊണ്ടിട്ട് പിടിക്കും? നീ ഒന്ന് പാടച്ചു കേട്ടെ, ചുമ്മാ എന്തെങ്കിലും അതൊന്നും പറയല്ലേ. ഈ തകരപ്പാട്ട എടുത്തോണ്ട് പോയിട്ട് അന്തർ സംസ്ഥാനത്ത് അവർക്ക് എന്തിനാണ്? അല്ല ഞാൻ പറയണത്, ഇതിപ്പോ പഴയ വണ്ടിയല്ലേ ഇത് അതല്ല. എനിക്ക് തോന്നണത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢമായ വേറൊരു ലക്ഷ്യമുണ്ട് അവർക്ക്. എന്ത് കൂടുതൽ ലക്ഷ്യം? അവൻ ഈ ലോകത്തിന്റെ ഏത് കോണി പോയാലും അവൻ ഞാൻ പൊക്കും. കേസ് ഞാൻ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യും. സകല സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊടുക്കും. എൻ്റെ സ്കൂട്ടിന്റെ ഫോട്ടോയും വെച്ചിട്ട് മോഷണം പോയെന്ന് പറഞ്ഞ് കൊടുക്കും. ഞാൻ എവിടെ പോയാലും പൊക്കും. ഞാൻ അവനെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. അതിനൊന്നും നിക്കണ്ട. ഒരു പോലീസുകാരന്റെ വണ്ടി മോഷണം പോയെന്ന് പറഞ്ഞ നാണക്കേടാ. എന്ത് നാണക്കേട്? ഞാൻ അറിയണ്ടേ? ഇതൊക്കെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അപ്പം തന്നെ കംപ്ലൈന്റ് ചെയ്യണം. ഇവിടെ പോലീസ് നിയമമൊക്കെ വെറുതെ അല്ല. DDT പാർട്ടിയും ഞങ്ങൾ അണികളും നിന്റെ കൂടെ ഏത് രാത്രിയായാലും പകലായാലും ഞങ്ങളുണ്ട് കൂടാ. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നീ ഒന്ന് സമാധാനം വിഷമിക്കാതെ പോ. സ്റ്റേഷൻ വരെ പോയിട്ട് ബാഗ് അവിടെ. എന്നാലും നിങ്ങൾ ഈ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞാലേ, അവനെ ഇവിടുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ അവൻ ഇതിൻ്റെ ഒട്ടി ഇരുന്ന് പോകും. വിക്രം മറ്റേ വേതാളത്തിനെ കൊണ്ടുപോകും പോലെ. അവന് സങ്കടം കാണും. കൂടപ്പറപ്പ് പോയൻ്റെ. നിങ്ങളിത് അവനെ സമാധാനിപ്പിക്കണതാണോ അതോ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയണതാണോ? എടുത്ത് തിന്നടി ഇത്. എന്ത് വിഷമം? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഭവിച്ചു പോയി. അത് തന്നെ, എല്ലാവർക്കും ഉണ്ട് വിഷമം എന്നും പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഈ കട്ടൻ ചായയുടെ കൂടെ ചിപ്സും കൂട്ടത്തിൽ അച്ചപ്പോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൂട്ടായ. മിണ്ടാതിരിക്കേണ്ട അച്ഛൻ. ഇപ്പൊ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് വിടണ്ട. അതെ, വെച്ചാൽ മതി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്. എന്തിനാണ് ബുദ്ധിമുട്ട്? JCB വരുമ്പോലെ വന്ന് വാരി. എന്നാലും ഇത് ഏതോ കൊണ്ടുപോയെന്നോ. കൊണ്ടുപോയമാരൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഇടുത്തി വീണ അവന്മാരുടെ തലയില്. ചെറിയ പുള്ളികളൊന്നും ആയിരിക്കില്ല കൊണ്ടുപോയിരിക്കണത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു പോലീസുകാരൻ്റെ ചെറിയ പുള്ളികളായിരിക്കും. അല്ലെങ്കിൽ പഴയ സ്കൂട്ടർ എന്തിനാവന്മാർക്ക്? അതുമല്ല, എന്തൊരു ബോധമില്ലാത്തവന്മാരെ നോക്കണേ. ഒരു പോലീസുകാരന്റെ വീട്ടിൽ നിന്നേ. വേറെ കാര്യമുണ്ട്, ഈ പോലീസുകാരന് എത്ര പേർക്ക് അറിയാം? നമ്മളെ ഇവിടെ പ്രദേശത്തുള്ളവർക്കല്ലേ അറിയാവൂ. എന്നാൽ അറിയാൻ പാടാത്തവരാരാണ്? നമ്മളെ ഒരു പൊതുപ്രവർത്തകനാണ്. നമ്മളെന്ന് പറയാം, ലോകം ഒട്ടുക്കും അറിയാം. ക്ലീറ്റോ ചേട്ടൻ അളിയൻ എന്നുള്ള രീതിക്ക് അറിയത്തില്ല ഏട്ടൻ. അത് പറ, അങ്ങനെ അറിയാം. അങ്ങനെ അവനെ അറിയൂ ഇപ്പൊ ഈ പ്രദേശത്തൊക്കെ. എന്റെ പോക്ക് പോയി, നടക്കൂല. അവളെ ആ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര അവൻ്റെ കൂടെ പറകരുന്ന് പോവാന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുക. അതിനിപ്പോ വണ്ടി വരുമ്പോ ഞാൻ കൊണ്ടുപോകാം. അത് വിട്. അവിടെ അല്ല. നിനക്ക് എന്താ മുത്തേ? അവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നു. ഇനി അതിൻ്റെ ഇടക്ക് ഇനി വീഗാലനിൽ പോകാനുള്ള പൈസയും കൂടി വേണ്ട അത് പറയണത്. പിന്നെ അല്ല നടക്കൂലെന്ന് പറഞ്ഞു. അത് 2000 രൂപയല്ലേ? അതൊക്കെ ഏട്ടൻ തരും. അതെ, പൈസ മാത്രം അങ്ങോട്ട് ചെലവാക്കിയാ പോരാ, അനുവാദം ഞാൻ കൊടുക്കണ്ടേ? ചോദിച്ചാൽ ഞാൻ തന്നില്ലല്ലോ. നീ ചോദിച്ചു. അനുവാദം മാത്രമല്ല, കൂട്ടിന് ഞാൻ പോകണ്ടേ? ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് അങ്ങനെ എറണാകുളം വരെ വിടാൻ പറ്റും? എന്റെ പൊന്നോ തരണ്ട, ഞാൻ ഇല്ലാന്ന് പറയാൻ വന്നതാ. ആ ഗ്രൂപ്പില് മെസ്സേജ് ഇടാം. അവിടെ ഓടി പോകുന്നില്ല, എപ്പോഴെങ്കിലൊക്കെ പോകും. ഏട്ടൻ അവന്റെ 2 ഡീറ്റെയിൽസ് അയക്കാന്ന് പറഞ്ഞായിരുന്നു. നോക്കട്ടെ നോക്കട്ടെ. അത് അയച്ചിട്ടുണ്ട് കേട്ടാ. വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഷെയർ ചെയ്യും. വായിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടിരുന്നേ മമ്മി. സ്കൂട്ടർ കാണാനില്ല. പൂജപ്പുര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കനകന്റെ ഉടമസ്ഥയിലുള്ള KL 24H6928 രജിസ്ട്രേഷൻ നമ്പറുള്ള സ്കൂട്ടർ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. സ്കൂട്ടർ കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. നമ്മളെ കുടുംബ ഗ്രൂപ്പിൽ എല്ലാത്തിലും ഇട്ടരാ.
ഞങ്ങളിലൊക്കെ പോട്ട്. അയച്ചിട്ടുണ്ട്. അച്ചാച്ച ഒന്ന് മെഴുകുതിരി നേരം അച്ചാച്ച, അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മെഴുകുതിരി നേരുമല്ലോ കൂടെ. ഞാൻ അപ്പോഴേ നേർന്ന് വേണം. ഒന്നുകൂടെ പറയാം, വിഷയായേ 101 രൂപയുടെ മെഴുകുതിരി എത്തിച്ചോളാവേ. വല്ലാത്തൊരു പണിയായി പോയി. ലളിയ, ഈ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് കവലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റൂട്ടിലുള്ള സകല CCTV ഫുട്ടേജ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫേസ് വ്യക്തമായി കിട്ടിയാണ്ടല്ലോ അവനെ നമുക്ക് പൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ അതിന് ചാൻസ് കുറവല്ലേ? ഇവർക്ക് ഈ ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ചല്ലേ നടക്കൂ കള്ളന്മാരെ. അവർക്കറിയാലോ ഇല്ലെങ്കിൽ പൊക്കൂന്ന്. പിന്നല്ലാതെ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാ അവര് ഹെൽമെറ്റ് വെച്ച് ഏതെങ്കിലും രീതിയിൽ മുഖം മറയ്ക്കാതെ വണ്ടി മോട്ടിക്കാൻ പറ്റത്തില്ല. അവർക്കറിയാം എവിടെയൊക്കെ CCTV ഉണ്ടെന്ന്. നീ വിഷമിക്കണ്ടടാ, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. അല്ല, ഞങ്ങൾ പോലീസുകാർക്കൊരു വിശ്വാസമുള്ള വെച്ചാൽ ഇനിയിപ്പോൾ ഏത് പഠിച്ച കള്ളനാണെങ്കിലും ശരി തന്നെ ഒരു പഴുത് അവൻ നമുക്ക് എടുത്തരും. അത് പിടിച്ച് കയറും. ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയാം. ഇത് മോട്ടിക്കാൻ വന്നവൻ മച്ചമ്പിയോട് എന്തോ മുൻവാര്യം വെച്ച് പണി തരാൻ വേണ്ടി തന്നെ വന്നതാ. അല്ല, ഈ സെക്കൻഡ് ഹാൻഡ് പാട്ട വണ്ടി മോട്ടിച്ചോണ്ട് വിറ്റിട്ട് എന്തോ കിട്ടാനാ? ഡേ ഇപ്പൊ വണ്ടി എടുക്കണമാർക്ക് ഇത് കിട്ടിയത് ഇതിന്റെ സാമ്പത്തിക ലാഭം മാത്രമൊന്നും അല്ല. ഇതിപ്പോ കഞ്ചാവ് കച്ചവടം ചെയ്യാം, കഞ്ചാവ് കൈമാറാൻ, അല്ലെങ്കിൽ വല്ല കൊല്ലാനോ ഗുണ്ടായുസം കൊലപാതകത്തിനൊക്കെ പോയ RC ഓണർ അവനാണ്. നിനക്ക് പണി വരും അത്. അത് വരില്ല. അല്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട. കാരണം വെച്ചാൽ നമ്മൾ കേസ് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മാത്രമല്ല എൻ്റെ വണ്ടി കാണാനില്ലെന്നുള്ളത് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നു കഴിഞ്ഞു. നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടുകളൊക്കെ. ഞാൻ നമ്മുടെ കുടുംബശ്രീയിലും ഡാൻസ് ക്ലാസ്സിലെ പിള്ളേർക്ക് എല്ലാവർക്കും വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഷെയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ പഴയ വണ്ടിയാണെങ്കിൽ നിനക്ക് ആ വണ്ടീനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇതിങ്ങനെ അതിൻ്റെ പുറകെ നടക്കണേ. ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്കേ നമ്മുടെ വണ്ടി ഇങ്ങനെ കാണാതായി കണ്ടുപിടിച്ച് തരുന്നവർക്ക് തക്കതായിട്ടുള്ള സമ്മാനം തരുമെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം പത്രത്തിൽ കൊടുത്താലോ? ആ ഐഡിയ കൊള്ളാം. അപ്പൊ ഈ പരസ്യം കണ്ടിട്ടെ സമ്മാനത്തിന് വേണ്ടി ചിലപ്പോ ഈ മോട്ടിച്ചവൻ തന്നെ വണ്ടി കൊണ്ടുവന്നാലോ? അത് തന്നെ. ഉണ്ടയാണ് ചുമ്മാ പൊട്ടത്തരം പറയലടാ. സമ്മാനം എന്ന് പറഞ്ഞു വണ്ടിയും കൊണ്ട് ഇവിടെ വരണവൻ, ഇവിടെ ഇത് പോലീസുകാരൻ്റെ വണ്ടിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും വാർത്ത വന്നു. എന്നിട്ട് അവൻ സമ്മാനമാക്കി ഇവിടെ വരുമ്പോൾ അവനെ പിടിച്ചകത്തിടൂലേ? പോലീസുകാരൻ്റെ വണ്ടിയല്ലേടാ. പിന്നെ ചോദ്യം ചില തലയിൽ ആള് താമസം വേണം. സമ്മാനത്തിന് വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ടുവരും. ഏട്ടാ, ഇങ്ങനെ വിഷമിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു ലോൺ എടുത്തിട്ട് പുതിയൊരു സ്കൂട്ടർ വാങ്ങിക്കാം. അതെന്തായാലും പഴയതല്ലായിരുന്നോ? നിനക്ക് എന്താണ് എന്നെ മനസ്സിലാവാത്തത്? എത്ര നാളുകൊണ്ട് നമ്മളുണ്ടായിരുന്ന സ്കൂട്ടറായിരുന്നു. നീ ആലോചിച്ചൊക്കെയാണ്. ഒരിക്കൽ ആ സ്കൂട്ടർ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാ. എൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ട് പപ്പ എവിടെ നിന്നോ പോയി അതും കൊണ്ടുവന്നല്ലേ. ആലോചിച്ചോക്കണേ. ഇതിപ്പോ അന്വേഷിക്കണല്ലേ നിങ്ങള്? കിട്ടൂല്ലോ. കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ. ചിലപ്പോ ഒരു 1-2 ദിവസം കഴിയുമായിരിക്കും, അത്രേ ഉള്ളു. പിന്നെ ഏട്ടൻ ഇങ്ങനെ എങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ ശരിയാവും? എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എത്രയോ നമുക്ക് വേണ്ടപ്പെട്ട എത്രയോ പേര് മരിച്ചു പോണു. അതുപോലെ ഒന്നും അല്ലല്ലോ. ഒന്നിനും പകരാവില്ലടി. ഓരോന്നിനും അതിൻ്റെതായ വിലയുണ്ട്. ഇതൊക്കെ നമ്മൾ സഹിക്കണം. വെറുതെ ഒരു പോലീസുകാരനാന്ന് പറഞ്ഞിട്ട് മനസ്സിനൊട്ടും കട്ടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. സങ്കടം വരുമ്പോൾ നീ ഉണ്ടല്ലോ, സന്തോഷം വരുമ്പോഴും ഉണ്ട്. കിടക്കാം, വാ. കുറച്ചിനെ ഇങ്ങനെ കഴിയും. ഓ എന്തടി? ഓ ഓ എന്തൊരു എന്ത് എന്തിന് എന്തിന് എന്താ എന്തടി?
എടീ, ഞാനേ മുറ്റടിക്കാൻ വേണ്ടി വന്നപ്പോ ദേ ഇരിക്കുന്ന എനിക്കങ്ങോട്ട് കൈയും കാലും തളർന്നിട്ട് പാടില്ലായിരുന്നല്ലോ. ഓടി വന്ന് വിളിച്ചതാ ഞാൻ. ഇത് ആരിവിടെ കൊണ്ട് വെച്ചല്ലേ? എടാ, ക്ലീറ്റ! എടാ, കണ്ടാ? ഇതെവിടുന്ന്? ആ? ദേ, ഉള്ളു വിളിച്ചപ്പോഴാ. എന്തോ എന്തോടെ ബഹളം? ദേ, സ്കൂട്ടർ ഇട്ടടാ. വണ്ടി കിട്ടിയോ? എടാ, വണ്ടി കിട്ടിയടാ. കിട്ടിയടാ. അയ്യോ എടേ, അതെ, ഡേയ്, വേറെ കാര്യം, കള്ളൻ ഈ പരിസരത്ത് എവിടെ തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് പിടിക്കാം. എവിടെയാ? എവിടെ പോയി അന്വേഷിക്കാനാ? കള്ളൻ ഇവിടെ നിൽക്കുവാണോ കൊണ്ടുവച്ചിട്ട്? അതല്ല കുറിപ്പടി. എന്താ ആ കനകൻ സാർ എന്നോട് ക്ഷമിക്കണം. ഏ? സ്കൂട്ടർ സാറിൻ്റെതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോഷ്ടിക്കില്ലായിരുന്നു. സാറിന് എന്നെ അറിയാം. സാറിനോട് ഒരു മോഷ്ടാവിനെ പോലെ പെരുമാറിയിട്ടേ ഇല്ല. എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്. മോഷ്ടിക്കുന്നത് നിർത്തി എന്തെങ്കിലും ജോലി ചെയ്ത് നല്ല നിലയിൽ ജീവിക്കണമെന്ന് ഉപദേശിച്ചിട്ടുമുണ്ട്. പക്ഷേ ടെൻഷൻ അടുപ്പിച്ചതിന് സാറിനോടും കുടുംബത്തോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ സ്നേഹപൂർവം, കള്ളൻ. എടാ എന്ത് നല്ല കള്ളനത്. മാമനറിയാമോ? ചേട്ടാ നോക്കട്ടെ. ആദ്യത്തെ സംഭവമാണല്ലോ. മാമൻ അറിയാന്ന് പറയുന്നു. അങ്ങനെ വെച്ചാൽ അറിയില്ല മക്കളെ. സ്റ്റേഷനില് ഓരോ പ്രതികൾ വരും. പക്ഷെ ഞാൻ എല്ലാവരോടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്നത്. പക്ഷെ തിരുത്തിയായിട്ട് വന്നില്ലേടി. അതെ, ഈ വീട് നമ്മുടെ അറിഞ്ഞിട്ടുണ്ടാവത്തില്ലല്ലേ? ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോഴെങ്കിലും ഡാഡിക്ക് മനസ്സിലായോ മാമൻ നല്ലൊരു പോലീസ് ഓഫീസറാണ്? സത്യം.